പരിശുദ്ധമായ ദുൽഖഅദ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ദുൽഖഅദ് മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ചൊല്ലേണ്ട ദിക്റുകള്, അതുപോലെ തന്നെ ദുൽഖഅദ് മാസത്തിന്റെ 7 പ്രത്യേകതകളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിൽ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? നമ്മളൊക്കെ ഖുർആൻ ഖത്തം തീർക്കുന്ന ആളുകളാണ്, ഖുർആൻ ഓതുന്ന ആളുകളാണ്, അവർക്ക് ഇത് അറിയും. ഖുർആനിൽ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഖഅദ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ദുൽഖഅദ് മാസത്തിനെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് നമ്മളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. കാരണം ദുൽഖഅദ് മാസത്തിനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ദുൽഖഅദ് മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ മാസമാണ് ദുൽഖഅദ് മാസം. 4 മാസങ്ങളിൽ പ്രത്യേകം യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. റജബ് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹറം മാസം, മുഹറം മാസത്തിലും യുദ്ധം ഹറാമാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം, പെരുന്നാളിന്റെ മാസം, ബലിപെരുന്നാൾ മാസം, ആ മാസത്തിലും യുദ്ധം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ദുൽഖഅദ് മാസത്തിലും യുദ്ധം ചെയ്യൽ ഹറാമാണ്. കാരണം എന്താ? ദുൽഖഅദ് മാസത്തിനെ അള്ളാഹു ബഹുമാനിച്ചു, റജബ് മാസത്തിനെ അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുൽഖഅദ് മാസത്തിൽ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നാവിനെയാണ്. നാവ് കൊണ്ട് ഒരാളെയും ആക്രമിക്കാനോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അതുപോലെ തന്നെ കോലാഹലങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. അക്രമങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. കുടുംബ ബന്ധം പുലർത്തണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ. അല്ലാതെ നല്ല നല്ല മാസങ്ങൾ വരുമ്പോൾ ആ മാസത്തിനെ ബഹുമാനിക്കാതെ നമ്മളെല്ലാവരെയും ആക്രമിച്ച് നടക്കുക, എല്ലാവരെയും വെറുപ്പിക്കുക, എല്ലാവരെയും നാവ് കൊണ്ട് ദ്രോഹിക്കുക, ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വാലിഹായ സജ്ജനങ്ങളിൽ ഉൾപ്പെടണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുൽഖഅദ് മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസമാണ്. രണ്ടാമത്തെ പ്രത്യേകത, മഹത്തുക്കൾ പറയുന്നു, ഹജ്ജിന്റെ മാസമാണ് ദുൽഖഅദ് മാസം. ഹജ്ജിന്റെ മാസം പ്രധാനപ്പെട്ട മഹാന്മാര് ഷാഫി മദ്ഹബിൽ 3 മാസമാണ്. ഒന്നാമത്തെ മാസം ശവ്വാല് മാസമാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ടത് ഒന്നെങ്കിൽ ശവ്വാൽ മാസം, അതല്ലെങ്കിൽ ദുൽഖഅദ് മാസം, അതല്ലെങ്കിൽ ദുൽഹിജ്ജ മാസമാണ്. ഇതാണ് ഷാഫി മദ്ഹബിൽ ഹജ്ജ് ചെയ്യേണ്ട മാസം. അപ്പൊ ദുൽഖഅദ് മാസം ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ദുൽഖഅദ് മാസത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദുൽഖഅദ് മാസത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ വല്ലാത്ത പോരിശയും വല്ലാത്ത മഹത്വവുമുണ്ട്. അള്ളാഹു ദുൽഖഅദ് മാസത്തിനെ ആദരിക്കാനുള്ള മനസ്സ്, ബഹുമാനിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ദുൽഖഅദ് മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ആകെ 4 ഉംറയാണ് ചെയ്തിട്ടുള്ളത്. ആ 4 ഉംറയും ദുൽഖഅദ് മാസത്തിലാണ് മുത്തുനബി ചെയ്തിട്ടുള്ളത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹുവിന്റെ റസൂൽ, ഇഅ്തമറ 4 ഉമരിൻ, അള്ളാഹുവിന്റെ റസൂൽ 6 ഉംറ ചെയ്തിട്ടുണ്ട്. കുല്ലുഹുന്ന ഫീ ദുൽഖഅദ്, ആ 4 ഉംറയും ദുൽഖഅദ് മാസത്തിലാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ഉംറ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് 12 മാസം ഉണ്ടായിട്ട് റസൂലുള്ള തെരഞ്ഞെടുത്തത് ദുൽഖഅദ് മാസത്തിനെയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം 4-ാമത്തെ പ്രത്യേകത,
മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പ്രത്യേകം ഇബാദത്ത് ചെയ്യാനും ആരാധന ചെയ്യാനും നിർദ്ദേശിച്ചത് ദുൽഖഅദ് മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് തൗറാത്ത് എന്ന് പറയുന്ന അതിമഹത്തായ ഗ്രന്ഥം കൊടുക്കാൻ തീരുമാനിച്ചത് ദുൽഖഅദ് മാസത്തിലാണ്. അപ്പൊ ദുൽഖഅദ് മാസം നമുക്ക് മാത്രമല്ല മൂസാ നബിയുടെ കാലത്ത് തന്നെയുണ്ട്. മൂസാ നബിക്ക് അള്ളാഹു പ്രത്യേകമായി ഇബാദത്ത് ചെയ്യാൻ കൊടുത്ത മാസം. ആ മാസത്തിൽ അള്ളാഹിന്റെ റസൂല് മൂസാ നബി അലൈഹിസ്സലാം ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അള്ളാഹുമായി ഒരുപാട് ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും അള്ളാഹുമായി ഒരു ബന്ധം നിലനിർത്താൻ, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന വളരെ പോരിശയുള്ള മാസമാണ് ദുൽഖഅദ് മാസം. അതുകൊണ്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ അഞ്ചാമത്തെ പ്രത്യേകത, ഉംറ ചെയ്യാൻ ശ്രേഷ്ഠമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഖഅദ് മാസം. കാരണം റസൂലുള്ള ഉംറ ചെയ്യാൻ തെരഞ്ഞെടുത്തത് ദുൽഖഅദ് മാസത്തിലാണ്. അതല്ല, ഉംറ ചെയ്യാൻ ഏറ്റവും നല്ലത് റമളാൻ മാസമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉംറ ചെയ്യാൻ ഏറ്റവും നല്ലത് ദുൽഖഅദ് മാസത്തിലാണ്. അതിന്റെ കാരണം അവര് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ 4 ഉംറ ചെയ്തിട്ടുണ്ട്. ആ 4 ഉംറയും ചെയ്തത് ദുൽഖഅദ് മാസത്തിലാണ്. അതുകൊണ്ട് ദുൽഖഅദ് മാസമാണ് ഉംറ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് ഉംറ ചെയ്യാൻ ഏറ്റവും നല്ലത് റമളാൻ മാസത്തിലാണ്. ഏതായാലും ഉംറ ചെയ്യാൻ തെരഞ്ഞെടുക്കേണ്ട ദിവസങ്ങളിൽപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസം തന്നെയാണ് ദുൽഖഅദ് മാസം. അള്ളാഹു ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ അള്ളാഹു സ്വീകരിച്ച ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആറാമത്തെ കാര്യം, പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇജാബത്ത് നൽകും. കാരണം അള്ളാഹു ബഹുമാനിച്ച മാസമാണ് ദുൽഖഅദ് മാസം. അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയതാണ് ദുൽഖഅദ് മാസത്തില്. ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജിന് വേണ്ടി തയ്യാർ ചെയ്യേണ്ട മാസമാണ്. ഉളുഹിയത്തിന് വേണ്ടി തയ്യാർ ചെയ്യേണ്ട മാസമാണ് ദുൽഖഅദ് മാസം. അതുകൊണ്ട് ദുൽഖഅദ് മാസത്തിൽ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇജാബത്ത് നൽകും. ധാരാളം അള്ളാഹുമായി ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ധാരാളം സൽക്രമങ്ങൾ നമ്മൾ ചെയ്യണം. അതെങ്ങനെ? തുളാഅഫു ഫീഹൽ ഹസനാത്ത്, നമ്മളെ ഹസനത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക. സുന്നത്ത് നോമ്പെടുക്കുക. വ്യാഴാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ സുന്നത്ത് നോമ്പെടുക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. ദിക്റുകൾ അധികരിപ്പിക്കുക. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വതുസ്തജാബു ഫീഹ ദുആ, ദുൽഖഅദ് മാസത്തിൽ നമ്മളെ പ്രാർത്ഥനക്ക് പ്രത്യേക ഇജാബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അൽ അമലു സ്വാലിഹു ഫിൽ അശ്ഹുരിൽ ഹുറും അഅ്ലമു അജ്റാ. ഉണ്ടോ? യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളിൽ സ്വാലിഹായ സൽക്രമങ്ങൾ നമ്മൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ചില്ലറ പ്രതിഫലമൊന്നുമല്ല, ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. വാൽപ്പാറയിൽ നിങ്ങൾ കണ്ടില്ലേ, എത്ര ടീച്ചർമാരാണ് മരണപ്പെട്ടു പോയത്? ടൂർ പോയതാണ്. മക്കളോടും ഭർത്താവിനോടൊക്കെ യാത്ര പറഞ്ഞു പോകുമ്പോ ഇനി ഒരിക്കലും ഞങ്ങൾ മടങ്ങി വരില്ല എന്നുള്ള ചിന്ത അവർക്കില്ല. ഇനി ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഞങ്ങളെ മയ്യത്താണെന്ന് അവർക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ മയ്യത്താണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അല്ലാഹുവേ, ആ കുടുംബത്തുങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ. പാരത്രിക മോക്ഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുട്ടികളുണ്ടാകും, കുടുംബക്കാരുണ്ടാകും, നാട്ടുകാരുണ്ടാകും, എല്ലാവരും വലിയ സങ്കടത്തിലാണ്. അല്ലാഹുവേ, എത്ര മക്കളെ പഠിപ്പിച്ച അധ്യാപകരാണ്, അവർക്ക് പാരത്രിക മോക്ഷം നൽകണേ റഹ്മാനെ. അവർക്ക് നിന്റെ കാവല് നൽകണേ റഹ്മാനെ. അതാണ് പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ. എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കാന്നൊന്നും പറയാൻ നമ്മളെ കയ്യിൽ ഗ്യാരണ്ടി ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. പിന്നെന്തിനാണ് കുൻറ്റും കുശുമ്പും കിബുറും അസൂയയും അഹങ്കാരം വെച്ച് നമ്മൾ നടക്കുന്നത്? അതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. നല്ല നല്ല മാസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന അതിമഹത്തായ ആ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ധാരാളം ചൊല്ലുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ദുനിയാവുണ്ട്, ആഖിറുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകത്തിനെ തൊട്ട് കാവലുണ്ട്, എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ
പ്രാർത്ഥനയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന അത്ഭുത മന്ത്രം ചൊല്ലുക. ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ പൊറുക്കണം ഈ യുദ്ധം ഹറാമാക്കിയ അള്ളാഹു ബഹുമാനിച്ച മാസത്തില്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ഒരു ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എൻ്റെ കൂടെ ഒന്ന് പറയും, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത് അധികരിപ്പിക്കുക. ഒരു തസ്ബീഹ് അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അധികരിപ്പിക്കുക. സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ആഖിറ വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. പാരത്രിക മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിനെ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക. ഒക്കെ നമ്മൾ ഓരോന്ന് കാണുകയാണ്, ഓരോ ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ബുദ്ധികൂർമ്മതയുള്ളവർക്ക് അല്പവാചകം മതി. നമ്മൾ നന്നാവാൻ ശ്രമിക്കുക. എല്ലാ കിബറും അഹങ്കാരവും കുൻറ്റും കുശുമ്പൊക്കെ കൽബിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ, സജ്ജനങ്ങളെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.